ഇന്ത്യൻ സിനിമയിൽ, പ്രത്യേകിച്ച് മലയാള സിനിമയിൽ റിലീസുകൾ ഇന്ന് പുതിയ ട്രെൻഡാണ്. ക്ലാസിക്കുകളോ ചില താരങ്ങളുടെ കരിയറിലെ നാഴികക്കല്ലുകളായ ചിത്രങ്ങളോ അല്ലെങ്കിൽ സാങ്കേതികമായി മെച്ചപ്പെടുത്താൻ സാധ്യതയുള്ള സിനിമകളോ വീണ്ടും തിയേറ്ററുകളിൽ എത്തിച്ച് പഴയ പ്രേക്ഷകർക്ക് നൊസ്റ്റാൾജിയ ഉണർത്താനും പുതിയ തലമുറയ്ക്ക് അവ പരിചയപ്പെടുത്താനും സിനിമാ വ്യവസായം ശ്രമിക്കാറുണ്ട്. മലയാള സിനിമയിലെ എക്കാലത്തെയും മഹാനടന്മാരിൽ ഒരാളായ മമ്മൂട്ടിയുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിൽ എണ്ണമറ്റ ക്ലാസിക്കുകളും സാമ്പത്തികമായി വിജയിച്ച ചിത്രങ്ങളും ഉണ്ട്. ഒരു വടക്കൻ വീരകഥ, മതിലുകൾ, രാജമാണിക്യം, CBI ഡയറക്കുറിപ്പ് പോലുള്ള ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ വലിയ വിജയം നേടുമെന്ന് സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ പൊതുവെ മമ്മൂട്ടിയുടെ സിനിമകളുടെ റിലീസുകൾ പ്രതീക്ഷിച്ച ലാഭം നേടുന്നതിൽ പിന്നോട്ട് പോകുന്നതായിട്ടാണ് പലപ്പോഴും കാണുന്നത്. ഇതിൻ്റെ പിന്നിൽ താരത്തിൻ്റെ പ്രതിച്ഛായ, പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിലെ മാറ്റം, വിതരണത്തിലെ വെല്ലുവിളികൾ, തിരഞ്ഞെടുത്ത സിനിമകളുടെ സ്വഭാവം തുടങ്ങി നിരവധി ഫാക്ടേഴ്സ് പ്രവർത്തിക്കുന്നു. റിലീസിനായുള്ള തിരഞ്ഞെടുപ്പിൻ്റെ പിഴവ് നോക്കാം. ഏത് സിനിമ റിലീസ് ചെയ്യണം എന്നതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ വിജയം. മമ്മൂട്ടിയുടെ കരിയറിലെ പല മികച്ച ചിത്രങ്ങളും, ഉദാഹരണത്തിന് മതിലുകൾ, തനിയാവർത്തനം തുടങ്ങിയവ ആസ്വാദനത്തിൻ്റെ കാര്യത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവയാണെങ്കിലും ഒരു റിലീസിനാവശ്യമായ മാസ് അപ്പീൽ അഥവാ എല്ലാത്തരെയും പ്രേക്ഷകരെയും ആകർഷിക്കാനുള്ള ഘടകം കുറവായിരിക്കാം. ഒരു റിലീസ് വിജയകരമാകണമെങ്കിൽ അതിനൊരു സെലിബ്രേഷൻ വാല്യൂ ഉണ്ടാകണം. പ്രേക്ഷകർ കൂട്ടമായി വന്ന് ഒരു ആഘോഷമായി സിനിമ കാണാൻ സാധ്യതയുള്ള മാസ് രംഗങ്ങളുള്ള അല്ലെങ്കിൽ അത്യധികം നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ചിത്രങ്ങൾക്കാണ് കൂടുതൽ സാധ്യത. മമ്മൂട്ടിയുടെ റിലീസ് ശ്രമങ്ങളിൽ അത്തരത്തിലുള്ള യൂണിവേഴ്സൽ മാസ് എൻ്റർടൈനർ ചിത്രങ്ങൾ പലപ്പോഴും ഒഴിവാക്കപ്പെടുകയോ വേണ്ടത്ര ശ്രദ്ധ നേടാതിരിക്കുകയോ ചെയ്തിരിക്കാം. പലപ്പോഴും റിലീസ് ചെയ്യുന്നത് സിനിമയെ 4K അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസ് പോലുള്ള പുതിയ ഫോർമാറ്റുകളിലേക്ക് മാറ്റിക്കൊണ്ടാണ്. ഈ സാങ്കേതിക പരിഷ്കരണത്തിന് വലിയ മുതൽമുടക്ക് ആവശ്യമാണ്. മമ്മൂട്ടിയുടെ പഴയ ക്ലാസിക്കൽ ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ കഥയിലെയും അവതരണത്തിലെയും ലാളിത്യം നിലനിർത്തുന്നതിൽ ശ്രദ്ധിക്കുന്നതിനാൽ സാങ്കേതിക പരിഷ്കരണത്തിൻ്റെ ആവേശം കുറവായിരിക്കാം. മാത്രമല്ല, റിലീസ് വിതരണം ചെയ്യുന്നതിനും പുതിയ പോസ്റ്ററുകൾ നിർമ്മിക്കുന്നതിനും മാർക്കറ്റിംഗ് ചെയ്യുന്നതിനും ചിലവുണ്ട്. ചെറിയ തോതിലുള്ള റിലീസുകൾക്ക് ഈ ചിലവുകൾ തിരികെ പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ അത് ലാഭകരമല്ലാതായി മാറുന്നു. ഇന്നത്തെ കാലത്ത് മമ്മൂട്ടിയുടെ മിക്ക പഴയ ക്ലാസിക്കുകളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലോ യൂട്യൂബിലോ ഉയർന്ന റെസല്യൂഷനിൽ ലഭ്യമാണ്. ഒരു വ്യക്തിക്ക് വീട്ടിലിരുന്ന് വലിയ സ്ക്രീനിൽ സൗകര്യപ്രദമായി ആ സിനിമ ആസ്വദിക്കാൻ കഴിയുമ്പോൾ അതേ സിനിമ കാണാൻ തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് പോകാനുള്ള പ്രേരണ കുറവായിരിക്കാം. മറ്റു പല താരങ്ങളുടെയും, പ്രത്യേകിച്ച് അമിതാഭ് ബച്ചൻ, രജനീകാന്ത് എന്നിവരുടെ ചിത്രങ്ങൾ പോലുള്ളവ തിയേറ്ററിൽ കണ്ടാലേ അതിൻ്റെ പൂർണ്ണമായ അനുഭവം ലഭിക്കൂ എന്ന ചിന്താഗതി പ്രേക്ഷകരിൽ ഉണ്ടാക്കാൻ റിലീസിന് കഴിയണം. മമ്മൂട്ടിയുടെ റിലീസുകളിൽ ഈ തിയേറ്റർ അനുഭവം നൽകാനുള്ള ഘടകം കുറവായിരിക്കും. മമ്മൂട്ടി എന്നും അറിയപ്പെടുന്നത് ഒരു ആക്ടർ എന്ന നിലയിലാണ്, അല്ലാതെ ഒരു കേവല സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ അല്ല. അദ്ദേഹത്തിൻ്റെ അഭിനയ വൈദഗ്ധ്യം, കഥാപാത്രങ്ങളോടുള്ള പ്രതിബദ്ധതയുമാണ് അദ്ദേഹത്തെ ജനപ്രിയനാക്കിയത്. അദ്ദേഹത്തിൻ്റെ പല വിജയ ചിത്രങ്ങളും കഥാപാത്ര കേന്ദ്രീകൃതമാണ്. മോഹൻലാലിൻ്റെ ചില റിലീസുകൾ വൻ വിജയമാകുമ്പോൾ അതിനു പിന്നിൽ അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് ആഘോഷിക്കാനായി മാത്രം തിയേറ്ററിൽ എത്തുന്ന ഒരു വലിയ വിഭാഗം ഉണ്ട്. മമ്മൂട്ടിയുടെ ഫാൻ ബേസ് പോലും അദ്ദേഹത്തിൻ്റെ പുതിയ സിനിമകളെയും അവിസ്മരണീയമായ കഥാപാത്രങ്ങളെയും പിന്തുണയ്ക്കുന്നതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. റിലീസ് ചിത്രങ്ങൾക്ക് സാധാരണയായി വേണ്ടത്ര മാസ് ഹീറോയിസം ആഘോഷിക്കുവാനുള്ള മാനസികാവസ്ഥ മമ്മൂട്ടിയുടെ പ്രേക്ഷകർക്ക് കുറവായിരിക്കാം. ചില താരങ്ങളുടെ റിലീസ് വിജയിക്കുന്നത് ഒരു പ്രത്യേക കാലഘട്ടത്തോടുള്ള നൊസ്റ്റാൾജിയ കൊണ്ടാണ്. മമ്മൂട്ടിയുടെ സിനിമകൾ വിവിധ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയവയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ റിലീസുകൾക്ക് മറ്റു ചില താരങ്ങളുടെ സിനിമകൾക്ക് ലഭിക്കുന്നത് പോലെ ഒരു പ്രത്യേക പഴയകാല ആഘോഷം എന്ന പ്രതീതി ഉണ്ടാക്കുവാൻ സാധിക്കുന്നില്ല. ഇത് ഒരു താരതമ്യ വിലയിരുത്തലാണ്. പിന്നെ റിലീസ് ചെയ്യുമ്പോൾ അതൊരു പ്രധാനപ്പെട്ട ഒരു ഒഴിവുകാലത്തോ അല്ലെങ്കിൽ ഒരു വിശേഷ ദിവസത്തോ ആയിരിക്കണം. മറ്റു വലിയ സിനിമകളുമായി ഏറ്റുമുട്ടാതിരിക്കുവാനും പ്രേക്ഷകർക്ക് സമയം കണ്ടെത്താൻ കഴിയുന്ന ദിവസമായിരിക്കാനും ശ്രദ്ധിക്കണം. മമ്മൂട്ടി ചിത്രങ്ങൾ റിലീസ് ചെയ്യുമ്പോൾ പലപ്പോഴും തിരഞ്ഞെടുത്ത തീയതികൾ, മറ്റു പ്രധാന സിനിമകളോടുള്ള മത്സരം, കുറഞ്ഞ തിയേറ്റർ ലഭ്യത എന്നിവ കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോകാൻ സാധ്യതയും ഉണ്ട്. ഒരു വലിയ റിലീസിന് വേണ്ടത്ര ഹൈപ്പ് നൽകാൻ കഴിയാത്തത് പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്നതിൽ പരാജയപ്പെടുത്തുന്നു. മമ്മൂട്ടിയുടെ സിനിമകൾക്ക് റിലീസിൽ ലാഭം നേടാൻ കഴിയാത്തതിൻ്റെ കാരണം സിനിമകളുടെ ഗുണനിലവാരത്തിലോ താരത്തിൻ്റെ ജനപ്രിയതയിലോ ഉള്ള കുറവല്ല, മറിച്ച് റിലീസ് ട്രെൻഡിൻ്റെ സ്വഭാവം, പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിലെ മാറ്റം, തെറ്റായ സിനിമകളെ തിരഞ്ഞെടുക്കുന്ന രീതി, ഡിജിറ്റൽ ലഭ്യത, സാമ്പത്തികമായ വെല്ലുവിളികൾ എന്നിവയുടെ ഒരു സങ്കീർണമായ സംയോജനമാണ്. റിലീസ് എന്നാൽ ഒരു പുതിയ സിനിമ റിലീസ് ചെയ്യുന്നത് പോലെയല്ല, അതൊരു നൊസ്റ്റാൾജിക് ഈവൻ്റ് ആണ്. ആ ഈവൻറ്റിന് വേണ്ടുന്ന മാസ് വാല്യൂ, സെലിബ്രേഷൻ അപ്പീൽ എന്നിവ നൽകാൻ മമ്മൂട്ടിയുടെ റിലീസ് ശ്രമങ്ങൾക്ക് കഴിയാതെ പോകുമ്പോഴാണ് സാമ്പത്തികമായി അത് പരാജയപ്പെടുന്നത്.
ശരിയായ സിനിമ, ശരിയായ മാർക്കറ്റിംഗ്, ശരിയായ തീയതി എന്നിവ ചേർന്നാൽ മമ്മൂട്ടിയുടെ ക്ലാസിക്കുകൾക്കും തിയേറ്ററിൽ ഒരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കും.